ഹലോ, അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേയും കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ ഷോപ്പിങ്ങിന് പോയപ്പോഴുള്ള വീഡിയോ ആണ്. അതായത് ഏപ്രിൽ 23 എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഏപ്രിൽ 22 രാത്രി ഷോപ്പിംഗ് ചെയ്യാൻ പോയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഏതായാലും നിങ്ങൾ കാണുമ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഫുൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇത് ഞാനും അമ്മയും കൂടിയാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേക്ക് നോക്കിയിട്ട്. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ വിലയാണ്. വിചാരിച്ച പോലെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള കേക്കുകളൊന്നും അവിടെ കണ്ടില്ല. അപ്പം ഏതായാലും അവിടെ നിന്ന് വേണ്ടെന്ന് വിചാരിച്ചു ജസ്റ്റ് അവിടെ നിന്ന് കാര്യം നോക്കിയാണ്. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഡേറ്റുള്ളിൽ പോയി. ഡേറ്റുള്ളിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡ്രസ്സ് നോക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിട്ട് അവിടെ നിന്ന് കേക്ക് ഏതായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡേറ്റ് ഏതായാലും ഡ്രസ്സ് നോക്കാനാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും. കാരണം അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ തപ്പി എടുക്കണം. അങ്ങനെ ഡേറ്റോടെ എത്തിയതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് ഉദ്ദേശിച്ചാണ് കയറിയത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ പോകുന്ന ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നമുക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ കണ്ടു. കാര്യമായിട്ട് ഈ കംഫർട്ടൊക്കെയാണ്. കംഫർട്ടും പിന്നെ ബാത്റൂം ക്ലീനറൊക്കെ നോക്കിയമ്മ അവിടെ അത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഈ ബാസ്ക്കറ്റ് എടുക്കാൻ വിട്ട കാര്യം എന്നോട് അമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ പോയി ബാസ്ക്കറ്റ് എടുത്തു. നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ എടുത്തു. എന്നതിന് ശേഷം നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ പോകുന്ന അയക്കാൻ അമ്മ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, വേഗം ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് മാത്രം വിട്ടാൽ മതി. അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയപ്പം അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നോക്കിയെടുക്കണം. പിന്നെ അത്യാവശ്യം കുറച്ച് ടൈം തന്നെ എടുത്തു. അവിടെ ആദ്യം തന്നെ ഞാൻ എടുത്ത ഈ ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ കൈയൊക്കെ നല്ല മോഡലായിരുന്നു. അധികം പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം അത് പിന്നെ അമ്മ പെട്ടെന്ന് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതെടുത്തു. പക്ഷേ ആദ്യം ഫുൾ സൈസ്, അതായത് ചെറിയതായിരുന്നു അവിടെ കണ്ടത്. പിന്നെ എനിക്ക് പറ്റിയ ഭാഗ്യത്തിന് ഒരു വലിയ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വേഗം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തത് ലേശം വലുതാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അത് ജസ്റ്റ് അഡീഷണൽ ആയിട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ ഓഫറിനുള്ളത് കൊണ്ട് മാത്രം എടുത്തതാണ്. ഏതായാലും വേറെ ഡ്രസ്സ് കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കുറേ തപ്പി അതിലിടയ്ക്ക് കണ്ടതാണ് ഈ ഒരു ഷർട്ട് മോഡൽ ഡ്രസ്സ്. ഇതിൻ്റെ കളർ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറായിരുന്നു. അപ്പം ഇതിൽ ആ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എടുത്തു. അതിനുശേഷമാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു സംഭവം പെട്ടത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഡ്രസ്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഒരു നെറ്റ് ടൈപ്പ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ അല്ല, വേറെ മോഡലാണ്. അപ്പം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഇഷ്ടമാണ്, കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അത്ര പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഗിഫ്റ്റ് സ്റ്റോറിന് വാങ്ങിയതായിരുന്നു അന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നായിരുന്നു ബർത്ത്ഡേ. പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് നെറ്റ് ടൈപ്പ് വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ കാണുന്ന വീഡിയോ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ജീൻസ് കൂടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അവിടെ നിന്ന് ഓഫറിന് കണ്ടപ്പെടുത്തിയാണ്. അത് ഞങ്ങൾ നേരെ ബില്ലിങ്ങിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് സോപ്പ് പൊടി വേണമെന്നപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ബാം എടുത്തിട്ടുണ്ട്. അത് എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 മഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഓരോന്നൊക്കെ കാണിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അമ്മ അത്ര മൈൻഡാക്കില്ല. പിന്നെ ഡെക്കറേഷന് ജസ്റ്റ് 2 റിബണും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഇതൊരു സംഭവം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കേക്കിൽ വെക്കാൻ 2 കാൻഡിൽ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പോകുന്ന വീഡിയോ ഞാൻ എന്തായാലും പാട്ടുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ ബില്ലിംഗ് ആയിട്ട് നേരെ നെക്സ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.